ഒരുപാട് മീഡിയക്കാരുടെ ഇടയിൽ ഞാനൊരൊറ്റ യൂട്യൂബർ പെട്ടുപോയ വീഡിയോ ആണ് കേട്ടോ ഇത്. വൃത്തി 2025 എന്ന കോൺസെപ്റ്റുമായിട്ട് മാധ്യമ ശില്പശാലയുടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്ത എല്ലാവർക്കും പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ക്ലോത്തിന്റെ ക്യാരി ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു പ്രസ് മീറ്റ് ആയതുകൊണ്ട് തന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ 4 ഭാഗത്തുനിന്ന് ഒരുപാട് ക്യാമറകളും ക്യാമറ ഫ്ലാഷിംഗ് ഒക്കെ ആയിരുന്നു. മാതൃഭൂമി, മലയാള മനോരമ, ദീപിക, ചന്ദ്രിക തുടങ്ങിയ എല്ലാ മീഡിയാസിലും വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇവർ ഓരോരുത്തരും. കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടാവുമെന്നാണ് ഞാനും കരുതിയത്. പക്ഷെ ഈ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ യൂട്യൂബറായിട്ട് ഞാൻ ഒരൊറ്റ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന പോലത്തെ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കണ്ടന്റും ചെയ്യുന്നവർ കുറവായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എന്നെ ഈ മീറ്റിംഗിൽ വിളിച്ചിട്ടുണ്ടാവുമെന്ന് ഞാനും കരുതി. എങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാം, എത്ര മൈക്രോണിന് മുകളിൽ പ്ലാസ്റ്റിക് വരെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി എങ്ങനെയൊക്കെ മാലിന്യമുക്തമായ രീതിയിൽ സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഈ ഒരു പ്രസ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാലിന്യം കൂടിക്കിടക്കുന്ന റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമലംഘകരിൽ നിന്ന് പിഴ ഈടാക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് 2500 രൂപ വരെ കിട്ടും. നിങ്ങളുടെ ശ്രദ്ധയിൽ എവിടെയെങ്കിലും മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന കാണുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.